പ്രിയപ്പെട്ടവരെ, പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢവും ശക്തവുമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് പൗർണമി അഥവാ ഫുൾ മൂൺ. പുരാതന കാലം മുതൽക്കേ പൂർണ്ണചന്ദ്രൻ വൈകാരികമായ ഉണർവിന്റെയും പരകോടിയിലെത്തിയ ഊർജ്ജത്തിന്റെയും പൂർണ്ണതയുടെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ ഭൂമിയെയും കടൽത്തിരകളെയും വരെ സ്വാധീനിക്കാൻ കഴിവുള്ള ഈ ശക്തി മനുഷ്യന്റെ ഉള്ളിലെ വൈകാരിക തിരമാലകളിലും ശക്തമായ ചലനങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പാഴായതും നിങ്ങളെ തളർത്തുന്നതുമായ എല്ലാ കാര്യങ്ങളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന് അവയെ ദഹിപ്പിച്ചു കളയാനുള്ള പ്രകൃതിയുടെ ക്ഷണം കൂടിയാണ്. ഈ വിടുതൽ കർമ്മത്തിലൂടെ നിങ്ങളുടെ മനസ്സിന്റെയും ആത്മാവിന്റെയും തലത്തിൽ ഒരു വൈകാരിക ശുദ്ധീകരണം സാധ്യമാവുന്നു. ഒക്കൾട്ട് തെറാപ്പിയുടെ അടിസ്ഥാന തത്വം തന്നെ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിന്റെയും ശക്തികളെ നമ്മുടെ ആന്തരിക സൗഖ്യത്തിനായി ഉപയോഗിക്കുക എന്നതാണ്. പൂർണ്ണചന്ദ്രന്റെ ഈ ആചാരം ബാഹ്യലോകത്തുനിന്ന് ലഭിച്ചതോ കാലക്രമേണ അടിഞ്ഞുകൂടിയതോ ആയ ദുരിതങ്ങളെയും മാനസിക കെട്ടുപാടുകളെയും ആഴത്തിൽ നീക്കം ചെയ്ത് പുതിയതും പോസിറ്റീവുമായ ഊർജ്ജത്തിന് വഴിയൊരുക്കാൻ നിങ്ങളെ സഹായിക്കും. ഈ ആചാരം ആരംഭിക്കുന്നതിന് 30 മിനിറ്റ് മുൻപ് തയ്യാറെടുപ്പുകൾ തുടങ്ങുക. ആചാരത്തിനായി വേണ്ട സാധനങ്ങൾ: ഒരു കടലാസും പേനയും, ഒരു മെഴുകുതിരി, വെള്ള നിറമായാൽ ഉത്തമം, തീപ്പെട്ടിയോ ലൈറ്ററോ, തീപിടിക്കാത്ത ഒരു പാത്രം, ഒരു ലോഹപാത്രം അല്ലെങ്കിൽ മൺപാത്രം, കുറച്ച് ഉപ്പുവെള്ളം, ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ അല്പം കല്ലുപ്പ് ഇടുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ക്രിസ്റ്റൽ ഉണ്ടെങ്കിൽ മാത്രം. ആചാരം നടത്തുന്ന സ്ഥലം വൃത്തിയാക്കുക. ചന്ദനം, സാമ്പ്രാണി അല്ലെങ്കിൽ എസൻഷ്യൽ ഓയിൽ പോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് മുറിയിൽ പുകച്ച് നെഗറ്റീവ് ഊർജ്ജം നീക്കം ചെയ്യുക. മനോഹരമായ ശാന്തമായ ഒരു പശ്ചാത്തല സംഗീതം പ്ലേ ചെയ്യുക. പൗർണമി വെളിച്ചം ലഭിക്കുന്ന ഒരു സ്ഥലമോ അല്ലെങ്കിൽ ശാന്തമായ ഒരു മുറിയോ തിരഞ്ഞെടുക്കുക. മെഴുകുതിരി കത്തിച്ച് അതിനടുത്ത് തീപിടിക്കാത്ത പാത്രവും ഉപ്പുവെള്ളവും ക്രിസ്റ്റലുകളും വയ്ക്കുക. ശാന്തമായി ഇരിക്കുക. കണ്ണുകൾ അടച്ച് പൂർണ്ണചന്ദ്രന്റെ ഊർജ്ജം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒഴുകിയെത്തുന്നതായി സങ്കൽപ്പിക്കുക. പൂർണ്ണചന്ദ്രന്റെ വെളിച്ചം തലയിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ശരീരത്തിലെ എല്ലാ നെഗറ്റീവ് ഊർജ്ജങ്ങളെയും ശുദ്ധീകരിക്കുന്നതായി മനസ്സിൽ കാണുക. നിങ്ങളുടെ ഉള്ളിൽ സമാധാനവും ശാന്തതയും നിറയ്ക്കുക. ശ്രദ്ധയോടെ ശ്വാസമെടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. 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 ഈ പൗർണമിയിൽ നിങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന നെഗറ്റീവ് ഊർജ്ജങ്ങൾ, ഭയം, ദുശ്ശീലങ്ങൾ, വിഷമങ്ങൾ എന്നിവയെക്കുറിച്ച് ചിന്തിക്കുക. കണ്ണുകൾ തുറന്ന് പേനയും കടലാസും എടുക്കുക.
നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നെഗറ്റീവ് ചിന്തകൾ, പഴയ ബന്ധങ്ങളിലെ വേദന, മോശം ശീലങ്ങൾ, നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഭയങ്ങൾ ഓരോന്നായി കടലാസിൽ എഴുതുക. ഉദാഹരണത്തിന്, എന്റെ ആശങ്കകൾ ഞാൻ വിട്ടുകളയുന്നു. പരാജയപ്പെടുമെന്നുള്ള എന്റെ ഭയം ഞാൻ ഒഴിവാക്കുന്നു. ആ വ്യക്തിയോടുള്ള എന്റെ ദേഷ്യം ഞാൻ ഉപേക്ഷിക്കുന്നു. ഒരു ലിസ്റ്റ് പോലെ എഴുതിയ ശേഷം ഈ കാര്യങ്ങളെല്ലാം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് സങ്കൽപ്പിക്കുക. ആ വിടുതലിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുക. നിങ്ങൾ എഴുതിയ കടലാസ് കയ്യിലെടുത്ത് മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ദഹിപ്പിക്കുക. കടലാസ് പൂർണ്ണമായി കത്തുന്നതുവരെ തീപിടിക്കാത്ത പാത്രത്തിൽ സുരക്ഷിതമായി വയ്ക്കുക. കത്തിത്തീരുമ്പോൾ മനസ്സിൽ ഇങ്ങനെ പറയുക: ഞാൻ വിട്ടുകൊടുക്കുന്നു. ഞാൻ സ്വതന്ത്രനാകുന്നു. എന്റെ ഊർജം ഇപ്പോൾ ശുദ്ധമാണ്. ഈ വിഷമതകൾ കത്തിയെരിഞ്ഞ് പുകയായി അന്തരീക്ഷത്തിൽ ലയിച്ച് ഇല്ലാതാകുന്നതായി സങ്കൽപ്പിക്കുക. കത്തിച്ച ശേഷം ചാരം പാത്രത്തിൽ സുരക്ഷിതമായി വയ്ക്കുക. തുടർന്ന് നിങ്ങളുടെ കൈകൾ ഉപ്പുവെള്ളത്തിൽ മുക്കുകയോ ഉപ്പുവെള്ളം കൈകളിലേക്ക് തളിക്കുകയോ ചെയ്യുക. ഈ ഉപ്പുവെള്ളം നിങ്ങളുടെ കൈകളിലുള്ള നെഗറ്റീവ് അവശിഷ്ടങ്ങളെ നീക്കം ചെയ്യുന്നതായി സങ്കൽപ്പിക്കുക. മെഴുകുതിരിയുടെയും ചന്ദ്രന്റെയും വെളിച്ചത്തിൽ അല്പസമയം കണ്ണടച്ച് ഇരിക്കുക. ക്രിസ്റ്റലുകൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അമേത്തിസ്റ്റ്, ബ്ലാക്ക് ടൂർമലൈൻ പോലുള്ളവ പീഠത്തിൽ വയ്ക്കുക. നട്ടെല്ല് നിവർത്തി സുഖകരമായ രീതിയിൽ ഇരിക്കുക. മെല്ലെ കണ്ണുകൾ അടയ്ക്കുക. ശരീരത്തിലെ എല്ലാ ടെൻഷനുകളും ശ്വാസത്തിലൂടെ പുറത്തുപോകുന്നതായി സങ്കൽപ്പിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങൾ വിട്ടുകളഞ്ഞ ശൂന്യമായ ഇടം ചന്ദ്രന്റെ വെളുത്ത ശുദ്ധമായ ഊർജം നിറയ്ക്കുന്നതായി മനസ്സിൽ കാണുക. നിങ്ങൾ ശൂന്യമാക്കിയ ഇടം പോസിറ്റീവ് ഊർജം കൊണ്ട് നിറയ്ക്കാൻ തയ്യാറെടുക്കുക. ഒരു പുതിയ കടലാസ് എടുത്ത് അടുത്ത ഒരു മാസത്തേക്ക് നിങ്ങൾ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന കാര്യങ്ങൾ എഴുതുക. ഉദാഹരണത്തിന്, എന്റെ ജീവിതത്തിൽ സ്നേഹം, സമൃദ്ധി, ആരോഗ്യം എന്നിവ നിറയുന്നു. ഞാൻ എന്റെ ഉള്ളിലെ ശക്തിയിൽ വിശ്വസിക്കുന്നു. ഞാൻ സന്തോഷവും സമാധാനവും നിറഞ്ഞവനാണ്. ഈ ലക്ഷ്യം എഴുതിയ കടലാസ് ചന്ദ്രന്റെ വെളിച്ചത്തിൽ ചാർജ് ചെയ്യാനായി പീഠത്തിൽ വയ്ക്കുക. ഇത് അടുത്ത ദിവസം വരെ അവിടെ വയ്ക്കാം.
കത്തിച്ച ചാരം ഒരു ചെറിയ സഞ്ചിയിലോ മറ്റോ എടുത്ത് അടുത്ത ദിവസം ഒഴുകുന്ന വെള്ളത്തിൽ, പുഴ, കടൽ ഒഴുക്കിക്കളയുകയോ അല്ലെങ്കിൽ വീടിന് പുറത്ത് മണ്ണിൽ കുഴിച്ചിടുകയോ ചെയ്യുക. ഈ നെഗറ്റീവ് അവശിഷ്ടങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പീഠത്തിൽ വച്ച ഉപ്പുവെള്ളം വീടിന് പുറത്തേക്ക് കളയുക. പുതിയ ഒരു പാത്രത്തിൽ ശുദ്ധജലം എടുത്ത് പൗർണമി വെളിച്ചത്തിൽ രാത്രി മുഴുവൻ ചാർജ് ചെയ്യാനായി വയ്ക്കുക. ഇതിനെ മൂൺ വാട്ടർ എന്ന് പറയുന്നു. ഈ വെള്ളം അടുത്ത ദിവസം കുടിക്കുന്നത് ആന്തരിക ശുദ്ധീകരണത്തിന് നല്ലതാണ്. ഈ കർമ്മം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ധാരാളം ഊർജം വിനിയോഗിച്ചിരിക്കാം. അതിനാൽ ആചാരത്തിന് ശേഷം നന്നായി വിശ്രമിക്കുക. ലഘുവായ ഭക്ഷണം കഴിക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുക. ഈ ആചാരം പൂർണ്ണമായ വിശ്വാസത്തോടെയും ഏകാഗ്രതയോടെയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ ഒരു വൈകാരിക വിടുതലും പുതിയ ഊർജം കൊണ്ടുള്ള നവീകരണവും അനുഭവിക്കാൻ സാധിക്കും. ആചാരം പൂർത്തിയാക്കിയ ശേഷം എഴുന്നേൽക്കുന്നതിനു മുൻപ് ശാന്തമായി ഇരുന്ന ശേഷം താഴെ പറയുന്ന അഫർമേഷൻസ് 3 തവണ ആവർത്തിക്കുക. ഞാൻ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ മനസ്സും ശരീരവും ഇപ്പോൾ ശാന്തമാണ്. വിട്ടുകളഞ്ഞ ഓരോ നെഗറ്റീവ് കാര്യത്തിന്റെ സ്ഥാനത്തും എന്നിൽ സ്നേഹവും സമാധാനവും നിറയുന്നു. എന്റെ പുതിയ ലക്ഷ്യങ്ങൾ പൂർണ്ണചന്ദ്രന്റെ ശക്തിയാൽ യാഥാർത്ഥ്യമാകും. എന്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ്. ഞാൻ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ മനസ്സും ശരീരവും ഇപ്പോൾ ശാന്തമാണ്. വിട്ടുകളഞ്ഞ ഓരോ നെഗറ്റീവ് കാര്യത്തിന്റെ സ്ഥാനത്തും എന്നിൽ സ്നേഹവും സമാധാനവും നിറയുന്നു. എന്റെ പുതിയ ലക്ഷ്യങ്ങൾ പൂർണ്ണചന്ദ്രന്റെ ശക്തിയാൽ യാഥാർത്ഥ്യമാകും. എന്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ്. ഞാൻ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ മനസ്സും ശരീരവും ഇപ്പോൾ ശാന്തമാണ്. വിട്ടുകളഞ്ഞ ഓരോ നെഗറ്റീവ് കാര്യത്തിന്റെ സ്ഥാനത്തും എന്നിൽ സ്നേഹവും സമാധാനവും നിറയുന്നു. എന്റെ പുതിയ ലക്ഷ്യങ്ങൾ പൂർണ്ണചന്ദ്രന്റെ ശക്തിയാൽ യാഥാർത്ഥ്യമാകും. എന്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ്. നിങ്ങൾ ഇപ്പോൾ പൂർണ്ണചന്ദ്രന്റെ ശക്തിയാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ ആഴത്തിലുള്ള ശുദ്ധീകരണത്തിലൂടെ പഴയ ഭാരങ്ങൾ ഇറക്കിവെച്ച ഒരു പുതിയ മനുഷ്യനായി നിങ്ങൾ ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ വൈകാരികമായ പുനർജന്മം നിങ്ങളെ കൂടുതൽ ലഘുവായ, ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ഒരു ശുദ്ധമായ ക്യാൻവാസ് പോലെയാണ്. ഓർമ്മിക്കുക, ഇത് ഒറ്റത്തവണയുള്ള മാത്രം ചെയ്യേണ്ടതല്ല, മറിച്ച് സ്വയം പരിപാലനത്തിന്റെയും ആത്മീയ വളർച്ചയുടെയും ഭാഗമായി ഓരോ മാസവും പരിശീലിക്കേണ്ട ഒരു ശീലമാണ്. ഈ ശുദ്ധീകരിച്ച ഊർജം നിങ്ങളുടെ അടുത്ത മാസത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ചിന്തകളിലും പ്രതിഫലിക്കട്ടെ. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സഫലമാകട്ടെ. താങ്ക് യു ഗോഡ്. താങ്ക് യു ഓൾ.